I know that I'm going a little bit speedy, but I think that this space is necessary because we know we don't need an in-depth study of all these things. It's just a what brushing up your memory. The things are there in your memory, so it just needs to be brushed up only. That is why I'm going in such a pace. If you're not able to follow me, just tell me. ഇത് ഓക്കെ അല്ലേ ഈ പേസ്? PPT ഷെയർ ചെയ്യേ ഡോക്ടർ? ഹലോ, ഹലോ. ഓക്കെ, PPT ഷെയർ ചെയ്യൂലേന്ന്? PPT ഷെയർ ചെയ്യുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ, ബിക്കോസ് ദീസ് ആർ ടീച്ചിങ് മെറ്റീരിയൽ, സോ ഐ കനോട്ട് ഗീവ് ഇറ്റ് ആസ് സച്ച്. ദാറ്റ്സ് വൈ. നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ PPT ഞാൻ എന്തായിരുന്നാലും തരാം നിങ്ങൾക്ക്. സോ ക്രോണിക് ഡിസീസിന് കാര്യം പറയുമ്പോഴത്തേക്ക് ക്രോണിക് ഡിസീസിൽ ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് ഹാനിമാൻ ആദ്യം ക്രോണിക് ഡിസീസിലോട്ട് എത്തിയ ഒബ്സർവേഷൻസിന്റെ കാര്യം പറയുന്നത് ജസ്റ്റ് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കൽ ക്യൂർ ചെയ്ത എലിമെന്റ്സ് തന്നെ വീണ്ടും റീഅപ്പിയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം കൊടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ രണ്ടാമത് ആക്ട് ആകുന്നില്ല. അക്യൂട്ട് കേസസിലൊക്കെ നല്ല സക്സസ് വരുന്നുണ്ട്, പക്ഷെ ക്രോണിക് കേസിൽ വരുന്നില്ല. സിംറ്റംസിന്റെ പോസിറ്റീവ് ഉണ്ടാവുകയാണെങ്കിലും കുറഞ്ഞിരിക്കുവാണെങ്കിലും ഒത്തിരി ലോങ് ഡ്യൂറേഷൻ അതങ്ങനെ കുറഞ്ഞിരിക്കുന്നില്ല. ഇറ്റ് ഇസ് അഗെയിൻ കമ്മിങ് ബാക്ക് ആൻഡ് കമ്മിങ് ബാക്ക്. But the medicine which has been used in the first time is not helping them in the next time. So അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ബിഗിനിങ് വളരെ പ്രോമിസിംഗ് ആണ്, പക്ഷെ കണ്ടിന്യൂ ചെയ്യുമ്പം വളരെ ലെസ് ഫേവറബിൾ ആണ്, ഔട്ട്കം ഹോപ്പ്ലെസ് ആണ്. ആൻഡ് അപ്പം ഇത് കാരണം ഹാനുമാന്റെ മനസ്സിലൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത്? വൈ ഹി കുഡിൻ ട്രീറ്റ് സച്ച് നോൺ വെനറൽ ക്രോണിക് ഡിസീസ് വിത്ത് മച്ച് സക്സസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് അദ്ദേഹത്തിന് വരുന്നതെന്ന് തോന്നി? ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കുറവായത് കൊണ്ടാണോ? വൈറ്റോഫോസിന് എന്തുകൊണ്ടാണ് ഒരു റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആളിന് പോലും ഇത് തരണം ചെയ്യാൻ പറ്റാത്തതെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കുറച്ച് ക്ലൂസ് കിട്ടുന്നത്. അതായത് കുറച്ചും കൂടി ഡീപ് സീറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന്റെ കുറച്ച് ഫ്രാഗ്മെന്റ്സ് മാത്രമേ മുകളിൽ ഞാൻ കാണുന്നുള്ളൂ. ഐ ഹാവ് ടു ഗോ ഇൻ ഡെപ്ത്. അപ്പം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആസ് ഫാർ ആസ് പോസിബിൾ ദ ഹോൾ എക്സ്റ്റെൻഡ് ഓഫ് ആക്സിഡൻസ്. അതിനാണ് ഈ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ കൂടുതലും എൻക്വയറി ചെയ്യുന്നത്, in order to understand or to go to the deep-seated original disease. അപ്പം മയസ്മാറ്റിക് ക്രോണിക് മാലഡി വൺസ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ certain degree it cannot be removed by strength of any of the robust constitution എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ദാറ്റ് ഈസ് ഹൗ ഹി ഡിസ്കവേർഡ് സോറ. അപ്പം ഈ സോറ എന്ന് പറയുമ്പം എഗെയിൻസ്റ്റ് ദ ഇന്റേണൽ ഇച്ച് ഡിസീസ് ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഇറ്റ്സ് അറ്റൻഡന്റ് ഇറപ്ഷൻ ഓൺ ദ സ്കിൻ എന്നുള്ളൊരു ഡെഫിനിഷൻ ആണ് വരുന്നത്. പുറമേ ഇറപ്ഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ആൻഡ് ക്രോണിക് മയസംസ് അങ്ങനെ അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണ്. ഏറ്റവും ഫസ്റ്റ് അദ്ദേഹം കണ്ടത് സിഫിലിസ് ആയിരുന്നു, which is known as a venereal chancre disease. Then it was psychosis, the fig wart disease, and finally the SORA. ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു എന്താ പറയാ, ഒരു ലാർണിയൻ ഹൈഡ്ര എന്ന് പറയും. നമ്മുടെ സോറ എപ്പോഴും ഹൈഡ്ര ആയിട്ടാണ് പറയുന്നത്. ഇത് ഏൻഷ്യൻ ഗ്രീക്ക് മെത്തോളജിയിലുള്ള ലെജൻഡറി മോൺസ്റ്റർ ആണ്. അതിനെ കില്ല് ചെയ്യുന്നത് ഹെർക്കുലിസ് ആണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് കട്ടാവുമ്പോൾ 2 എണ്ണം കൂടുതൽ അതിൽ വളരും ആ സ്ഥലത്ത്. സോ സോറ ഇറ്റ് ഈസ് എ ഹൈഡ്ര ഹെഡഡ് മോൺസ്റ്റർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടു ബി ദ മോസ്റ്റ് ഏൻഷ്യന്റ് യൂണിവേഴ്സൽ ഡിസ്ട്രക്റ്റീവ് മിസ്അപ്രഹെൻഡ് ആൻഡ് ഇറ്റ് ഹാസ് പാസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ജനറേഷൻസ്. അങ്ങനെ ഇൻവേരിയബിൾ ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ഡിഫക്ട്സ്, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോറ ദ ഇന്റേണൽ ഇച്ച് ഡിസീസ്, അത് ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് 7 out of 8 ഓഫ് ഓൾ ക്രോണിക് ഡിസീസ്. അങ്ങനെ മോസ്റ്റ് ഏൻഷ്യന്റ് യൂണിവേഴ്സൽ ഡിസ്ട്രക്റ്റീവ് മിഡ്സപ്രൻഡഡ് ഓൾഡസ്റ്റ് ഹൈഡ്രാഹെഡഡ് കണ്ടേജിയസ്. അപ്പം സോറയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് കാണുന്നത് മോസസ് 3400 ഇയേഴ്സ് എഗോ ആൽഫെറ്റ് എന്ന് പറയുന്നുണ്ട്. ലെവിറ്റിക്കസിൽ മാലിഗ്നന്റ് ഇച്ച് ഗാരപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അലക്സാൻഡ്രൻ ട്രാൻസ്ലേറ്റർ സോറ അഗ്രിയ എന്ന് പറയുന്നുണ്ട്. വൾഗേറ്റ് സ്കാബീസ് ജുഗീസ് എന്ന് പറയുന്നുണ്ട്. പ്ലേറ്റോ ഗ്ലൈക്കിപ്പിക്രോൺ, സിസറോ ഡൾസിഡോഫ് സ്കാബീസ്, ജൊനാഥൻ ഇറ്റ് ഹീസ് ടെലിംഗ് ആസ് ഡ്രൈ ഇറ്റ് സ്പ്രെഡ് ഓവർ ദ ബോഡി. ഓക്സിഡന്റൽ സോറ സെന്റ് ആന്റണീസ് ഫയറിന്റെ ഫോമിലൊക്കെ ആയിരുന്നു. ആൻഡ് കുറച്ചും കൂടെ ഹൈജീനും കാര്യങ്ങളും നല്ല കോട്ടൺ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സോറ അങ്ങനെ പോയി. അപ്പം ഈ ലുഡ്വിഗ് ക്രിസ്ത്യൻ ജങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ സോറയുടെ തന്നെ ഇതുപോലെ സപ്രഷന്റെ കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അതിനൊക്കെ പറയുന്നുണ്ട്.
And development of psoric miasm, first it is at the time of mode of infection, second internal development, third എന്ന് പറയുന്നതാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്ന എക്സാക്ട് ഡിസീസിന്റെ. അതിനകത്ത് ഹാഫ് അക്യൂട്ട് മയസം ഹാഫ് സ്പിരിച്വൽ മയാസത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. ദാറ്റ് ഈസ് ഹാഫ് അക്യൂട്ട് മയസംസ് എന്ന് പറയുമ്പോൾ എന്താണ്? മയസംസ് ദാറ്റ് ഈസ് കണ്ടീഷൻസ് ദേ ആർ നോട്ട് ഹാവിങ് എനി ഇറപ്ഷൻസ്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണ് ഹൈഡ്രോഫോബിയ. ഹാഫ് സ്പിരിച്വൽ മയസംസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീവർ ഉണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യൂട്ടീനിയസ് ഇറപ്ഷൻസ് ഉണ്ടാവും, ലൈക്ക് ദാറ്റ് ഓഫ് എ കൗപോസ് ഓർ എ സ്മോൾ പോക്സ്. അപ്പം ഹാഫ് അക്യൂട്ട് മയസം ഹാഫ് സ്പിരിച്വൽ മയസംസ് ആർ ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദ ബെസ്റ്റ് ടൈം ഈറ്റ് ഈസ് ഏർലി ഇൻ ദ മോർണിംഗ് വൈൽ ഫാസ്റ്റിംഗ്. വി ഹാവ് ടു ആന്റിസോറിക് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണ് കേട്ടോ. അതിനകത്ത് എപ്പോഴും മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നത് ഏർലി ഇൻ മോർണിംഗ് വൈൽ ഫാസ്റ്റിംഗ് ആണ്. നമുക്ക് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ തന്നെ ടങ്ങിൽ ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും 2-3 ഡ്രോപ്സ് ഓഫ് വാട്ടർ വെച്ചിട്ട്. അതിന് 30 മിനിറ്റ്സ് മുന്നേ ടു 1 hour ആഫ്റ്റർ മെഡിസിൻ വന്നിട്ട് വി ഷുഡ് നോട്ട് ഹാവ് എനി ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. പെർഫെക്റ്റ്ലി ക്വയറ്റ് ആയിരിക്കണം. അവോയ്ഡ് ചെയ്യണം സ്ട്രെസ് ഓഫ് മൈൻഡ് ബൈ റീഡിങ്, റൈറ്റിംഗ്, കമ്പ്യൂട്ടിംഗ് ഓർ ബൈ കോൺവെർസേഷൻസ്. ഫീമെയിൽസിൽ മെഡിസിൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് ടു ബി ടേക്കൺ ബിഫോർ മെൻസസ് നോർ ഡ്യൂറിങ് ദ ഫ്ലോ. ഇഫ് നെസസറി ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് 96 hours ആഫ്റ്റർ മെൻസസ്. ഇത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിൽ MCQs കണ്ടിട്ടുള്ളത് 4 days or 96 hours. പ്രഗ്നൻസിയിലാണെങ്കിൽ ആന്റിസോറിക് മെഡിസിൻസ് എപ്പോഴും നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് സെൻസിറ്റീവ്നെസ് കൂടുതലുള്ള ടൈമിലാണ്. ആൻഡ് ദ ഡോസസ് ഷുഡ് ബി സ്മോൾ. ഫേവറബിൾ ഫോർ ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് ഫുഡ് നോട്ട് അഫോർസം ഓഫ് 284 പറയുന്നുണ്ട് to use sulfur in first pregnancy to destroy the sore of both the mother and the fetus. And what are the things that needs to be avoided during a treatment is domestic remedies, onion, pepper, coffee, alcoholic beverages, vinegar. ഇപ്പോഴത്തെ ഫോം വിനീഗർ നമുക്ക് കിട്ടുന്ന പിക്കിൾസിലൊക്കെ ആയിരിക്കും. ആൻഡ് സാഫ്രൺ, പെർഫ്യൂംസ്, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം ആന്റിസോറിക് ട്രീറ്റ്മെന്റ് ടൈമിൽ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ വി ഷുഡ് ഓൾസോ ആസ്ക് ദം ടു അവോയ്ഡ് സ്പിരിച്വസ് ലിക്കേഴ്സ്, ബിയർ, അസിഡിക് ഫ്രൂട്ട്സ്. സ്വീറ്റ് ഫ്രൂട്ട്സ് ഒക്കെ മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അസിഡിക് ഫ്രൂട്ട്സ് ഒക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി എടുക്കാവത്തുള്ളൂ. കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ബേക്ക്ഡ് പ്രൂൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. വീക്ക് ഡൈജഷൻ ഉള്ള ഒരു വീൽ അവോയ്ഡ് ചെയ്യണം. അബ്ഡമിനൽ ട്രബിൾസ് ഒക്കെ വെജിറ്റബിൾസ് കോസിങ് ഫ്ലാറ്റുലൻസി ദേ ഹാവ് ടു അവോയ്ഡ്. വീക്ക് സ്റ്റൊമക്ക് ഉള്ളവർ സിനമൺ, ക്ലൗസ്, പെപ്പർ, bitter substances they have to avoid. And females who are having a very scanty menses should avoid saffron and cinnamon. അത് ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സെക്ഷൽ പവർ ലോ ഉള്ളവർ യങ് ചിക്കൻസ്, എഗ്സ്, എവറിത്തിങ് ദേ ഹാവ് ടു ലിമിറ്റ് ഇറ്റ്. അവോയ്ഡ് ദ ഇറിറ്റേറ്റിംഗ് സ്പൈസ് ഓഫ് വാനില, ട്രഫിൾസ്, കവേർ. Tobacco permitted but snuff is not allowed. Tobacco permitted ആണ് കേട്ടോ. ആൻഡ് ഹാംലെസ് ഫുഡ് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ്. ബീഫ്, ഗുഡ് വീറ്റ് ഓർ റൈ ബ്രെഡ്, കൗസ് മിൽക്ക്, മോഡറേറ്റ് ഫ്രഷ് ബട്ടർ, ലിറ്റിൽ സോൾട്ട്, ഇതൊക്കെ യൂസ് ചെയ്യാം. ബീഫ് കിട്ടിയില്ലെങ്കിൽ മട്ടൺ, വെൻഷൻ, ക്രോൺ, ചിക്കൻ, യങ് പീജൻസ് ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് ആന്റിസോറിക് ട്രീറ്റ്മെന്റ്സിന്റെ റൂൾസ് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഇന്റർവീനിങ് മെഡിസിൻസ് ഒന്നും കൊടുക്കരുത്. ഓൾഡ് സിംറ്റംസ് റീഅപ്പിയർ ചെയ്താൽ വി ഹാവ് ടു വെയിറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റർബിങ്. ഡിഫറെന്റ് സിംറ്റംസ് പറയുകയാണെങ്കിൽ മൈൽഡ് ആണെങ്കിൽ പാസ് ഓഫ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. സിവിയർ ആണെങ്കിൽ മാത്രം നമ്മൾ ആന്റിഡോട്ട് ചെയ്യണം. ആൻഡ് അഗ്രവേഷൻ വരുമ്പോഴത്തേക്ക് ഹോമിയോപ്പത്തിക് അഗ്രവേഷൻ ഫോളോയിങ് ഡേയ്സ് അല്ലെങ്കിൽ ഗ്രാജുവലി ലെസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം. നോക്കിയിട്ട് വേണം ഹോമിയോപ്പത്തിക് അഗ്രവേഷൻ അഗെയിൻസ്റ്റ് മെഡിസിൻസ് കൊടുക്കാനായിട്ട്. ഇപ്പം ഭയങ്കര ലാർജ് ഡോസസിലുള്ള ഹെവി അഗ്രവേഷൻ വരികയാണെങ്കിൽ ആന്റിഡോട്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിന് ആന്റിസ്റ്റോറിക് നമ്മൾ കൊടുക്കണം. മോഡറേറ്റ് ഡോസസിൽ പുതിയ സിംറ്റംസ് ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരാനായിട്ട് ഒരുപാട് ആന്റിസോറിക് റെമഡീസ് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റൂ. ഒറ്റ ഡോസ് സൾഫർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആന്റിസോറിക് റെമഡി കൊണ്ടോ ഒരു കേസ് ക്യൂർ ചെയ്യാമെന്ന് ഹാനിമാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സക്സഷൻ ഓഫ് സെവറൽ ഹോമിയോപ്പത്തിക് ആൻഡ് സെവറൽ ആന്റിസോറിക് മെഡിസിൻസ്. അത് അഫോർസം 171 പറയുന്നുണ്ട്. ആൻഡ് ഒബ്സർവേഷൻസ് പറയുന്നത് പേഷ്യന്റ് ബെറ്റർ ആവുന്നെന്ന് അറിയുന്നത് പേഷ്യന്റ് സ്ട്രെങ്ത് മാറുമ്പോൾ സിംറ്റംസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഹീൽഡ് ചെയ്യുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള സിംറ്റംസ് ആണ്. ആൻഡ് ലാസ്റ്റ് കോൺസെൻറ്റ് ഓൾഡ് ലോക്കൽ മാറ്റേഴ്സ് മാറും. ഏറ്റവും ട്രബിൾസം സിംറ്റംസ് പേഷ്യന്റ് പറയുന്ന ഈ തലവേദന ഒന്ന് മാറ്റിത്തരണം അല്ലെങ്കിൽ കാലുവേദന മാറ്റിത്തരണം എന്നുള്ളതൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. അത് ഇംപ്രാക്ടിക്കബിൾ ആണ്. ആൻഡ് സെൽഷ്യസ് പറഞ്ഞിട്ടുള്ള സിറ്റോ ട്രിറ്റോ ഇറ്റ്ജഗിൻഡോ എന്ന് പറയുന്ന അക്യൂട്ട് ഡിസീസസ് പോസിബിൾ ആണ്. ക്രോണിക് കേസസിലൊക്കെ ക്വിക്ലി എന്നുള്ളൊരു വാക്ക് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് when the treatment is half completed, the diminished disease returns to the state of latent sora. ആ സമയത്ത് നമ്മൾ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്തും. ലേറ്റന്റ് സോറ പോകുമ്പോൾ ലേറ്റന്റ് സോറ ഉള്ളിലോട്ട് അങ്ങ് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പേഷ്യന്റ് ഈസ് വെരി ഹെൽത്തി എന്ന്. അപ്പോൾ there are 3 errors: wrong choice of remedy, too small the doses, and not letting the remedy act a sufficient length of time. ഇനി നമ്മൾ സൈക്കോസിസിലോട്ടാണ് പോകുന്നത്.
psychosis, it is otherwise known as the Figward disease. ഫ്രഞ്ച് വാറിന്റെ സമയത്താണ് അത് കൂടുതൽ വൈഡ്ലി സ്പ്രെഡ് ആയത് ഇൻ 1809 to 1814. ആൻഡ് ട്രീറ്റ്മെന്റിന് ഇന്റേർണലി മെർക്കുറി ആണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് venereal Changer disease, the excrescences on genitals, it was treated by allopaths using the most violent external ways by cauterization, burning, cutting, or by ligages. അങ്ങനെ ഈ ഒരു സൈക്കോസിന്റെ ട്രീറ്റ്മെന്റ് അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ് നടന്നിരുന്നത്. ആൻഡ് അതിന്റെ രണ്ട് ഫോം ഓഫ് അപ്പിയറൻസ് ഉണ്ട്. ഒന്ന് ഇസ് എ ഡ്രൈ ഫോം ആൻഡ് റെയർലി അപ്പിയർ ലൈക്ക് വാട്ട്സ്. ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നത് സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ളതാണ്, ഒരു ഫ്ലെറ്റഡ് ഫ്ലൂയിഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് വിൽ ബി സ്വീറ്റിഷ് ആൻഡ് ലൈക്ക് ഹെറിംഗ് ബ്രെയിൻ പോലെ ആയിരിക്കും. മേ ബി ഇറ്റ് വിൽ ബി ബ്ലീഡിംഗ് ഈസിലി ദ വാട്ട്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ കോക്സ്കോംബ് ഓർ കോളിഫ്ലവർ വിച്ച് ഇസ് നോൺ ആസ് ബ്രാസിക്ക ബോട്രൈറ്റ്സ്. മെയിൽസിൽ ഇങ്ങനെയുള്ള ഇറപ്ഷൻസ് നമ്മൾ വാട്ട്സ് അപ്പിയർ ചെയ്യുന്നത് എവിടെയൊക്കെയാന്ന് വെച്ചാൽ ഗ്ലാൻസിലും ബിലോ പ്രൊപ്യൂസ് ആയിരിക്കും. വിമൻസിൽ ഓൺ ദ പാർട്ട് സറൗണ്ടിങ് ദ പ്യൂഡന്റെ ആയിരിക്കും. ഹൗ വി ഹാവ് ടു ട്രീറ്റ് ഇസ് ദാറ്റ് വി ഹാവ് ടു രണ്ട് മെഡിസിൻസിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, തൂജയുടെ നൈട്രിക് ആസിഡിന്റെയും. ദാറ്റ് ഇസ് വി ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് വിത്ത് തൂജ. നമുക്ക് കിങ് ഓഫ് ആന്റിസൈക്കോട്ടിക് അറിയാം തൂജേനെ. ആൻഡ് ആഫ്റ്റർ 15, 20 or 40 days we can give nitric acid, a small dose of nitric acid. External നെസസറി അല്ല, എക്സെപ്റ്റ് ഇൻ മോസ്റ്റ് ഇൻവെറ്ററേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് കേസസ്. അവിടെ നമുക്ക് മൈൽഡ് പ്യൂർ ജ്യൂസ് pressed from the green tuja can be mixed with an equal quantity of alcohol and can be applied. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ കണ്ടതാണ്, എപ്പോഴാണ് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഫിഗ്വേർഡ് ഡിസീസിൽ, ക്രോണിക് ഡിസീസിൽ ചെയ്യുന്നതെന്നുള്ളതിൽ മോസ്റ്റ് ഇൻവെറ്ററേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് കേസസ്, അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പല പല പേരിലുള്ള കേസസിന്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രോണിക് കേസസിൽ, ഡിഫിക്കൽട്ട് കേസസിൽ, മോസ്റ്റ് ഇൻവെറ്ററേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് കേസസിൽ. സോ ദ ആൻസർ വിൽ ബി കമ്മിങ് ആസ് മോസ്റ്റ് ഇൻവെറ്ററേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട്. We can apply like this external application. പിന്നെ സിഫിലിസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാങ്കർ ഡിസീസ് ആണ്. സിഫിലിസിൽ ഷാങ്കർ ഉള്ള കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് ഷാങ്കർ കണ്ടീഷൻ ഉണ്ട്. ആൻഡ് ദ അതർ വൺ ഈസ് സിഫിലിസ് വിച്ച് ഹസ് ബീൻ കമ്പൈൻഡ് വിത്ത് സോറ. അവിടെ ഷാങ്കർ പ്രസന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കാം, ഇറ്റ് ഡസന്റ് മാറ്റർ, ബട്ട് ഇറ്റ് ഹാസ് ബീൻ കമ്പൈൻഡ് വിത്ത് സോറ. സോ ട്രീറ്റ്മെന്റ്സും അതുപോലെ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ആൻഡ് it has been said that there is on earth no chronic miasma, no chronic disease springing from a miasma which is more curable and easily more curable than this. അപ്പം ആദ്യം ഒരു അക്യൂട്ട് ഫേസിൽ ഒരു ഇറപ്ഷൻ ഒരു ഷാങ്കറോട് കൂടി കിട്ടുന്നു, ആ ഷാങ്കറിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റാൻ പറ്റുന്ന വേറൊരു ഡിസീസ് ഇല്ലെന്നാണ് ഹാനുമാൻ മീൻ ചെയ്യുന്നത്. ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് മെർക്കൂറിയൽ റെമഡി ആൻഡ് അത് വിത്ത് ഷാങ്കറിന്റെ കേസാണ്. ഇപ്പൊ വിത്തൗട്ട് ഷാങ്കർ മെർക്കൂറിയൽ റെമഡി കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ സ്കാർ ഒന്നും അൺഎക്സ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള റെഡിഷ് റെഡ് ഓർ ബ്ലൂ, അത് ട്രീറ്റ്മെന്റിന് ശേഷം അങ്ങനെ ഒരു സ്കാർ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു ഷാങ്കർ പോയ സ്ഥലത്ത്. ആൻഡ് ഒരു once it is mixed with the sora, we know that it is impossible to such a thing. Syphilis plus sora, we cannot do anything. അതുപോലെ ഹാനുമാൻ പറയുന്ന പോലെ ഒബ്സർവേഷൻ പറയുന്നുണ്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനെ പറ്റി. ജോൺ ഹാൻഡർ ആൻഡ് ഫേബർ, അതായത് സിഫിലിസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സിഫിലിസ് ഓൾവേസ് ഫോളോസ് ഓൺ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഷാങ്കർ ബൈ ലോക്കൽ ആപ്ലിക്കേഷൻസ്. നോട്ട് വൺ പേഷ്യന്റ് ഔട്ട് ഓഫ് 15 വിൽ എസ്കേപ്പ് സിഫിലിസ് ഇഫ് ദ ഷാങ്കർ ഈസ് ഡിസ്ട്രോയ്ഡ് ബൈ മിയർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ വി ഹാവ് എ മാസ്ക് സ്പ്യൂരിയസ് സിഫിലിസ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്യൂഡോ spurious syphilis, both are same, synonymous, they are two stages of syphilis. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ദ തിങ് ഈസ് സെയിം, ദേ ബോത്ത് ഹാവ് സിനോണിംസ്. രണ്ടിനും ഒരു 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 പേരിലുള്ള രണ്ടുപേര് തന്നെയാണ്, മീൻസ് രണ്ട് പേരിലും ഒരാളാ ഉള്ളത്. ഇറ്റ് ഈസ് മാസ്ഡ് സ്പ്യൂരിയസ് സിഫിലിസ് ഓർ സ്യൂഡോ സിഫിലിസ്. ഇംഗ്ലണ്ടിൽ വിളിക്കുന്ന ഒരു പേരാണ് സ്യൂഡോ സിഫിലിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ മോൺസ്റ്റർ ഓഫ് ഡബിൾ ഡിസീസ് എന്നാ പറയുന്നത്, കാരണം സോറ പ്ലസ് സിഫിലിസ് ഈസ് ദയർ ആൻഡ് നോ ഫിസിഷ്യൻ ഈസ് ഏബിൾ ടു ക്യൂർ ഇറ്റ്. ഡെവലപ്ഡ് സോറ എന്ന് പറയുന്നത് അതിന്റെ കോസ് ആയിട്ടുണ്ടാവുന്നത് ഈ ഒരു ബാസഡ് സിഫിലിസിന് നമുക്ക് ഇങ്ങനെ ഒരു ഡെവലപ്ഡ് സോറ അതിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ അൺഏബിൾ ടു ക്യൂർ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള കേസസ് ട്രീറ്റ് ചെയ്യുമ്പം എല്ലാ ഹെർട്ട്ഫുൾ ഇൻഫ്ലുവൻസസ് മാറ്റണം, ലൈറ്റ് നറിഷിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ഡയറ്റിൽ വെക്കണം, ആന്റിസോറിക് മെഡിസിൻസ് കൊടുക്കണം. അതിനുശേഷം ബെസ്റ്റ് മെർക്കൂറിയൽ പ്രിപ്പറേഷൻ കൊടുത്തിട്ട് 3, 5, 7 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും വി ഹാവ് ടു ഗോ ഓൺ വിത്ത് ദ മെഡിക്കേഷൻസ്. ആൻഡ് ഇൻവെറ്ററേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് കേസസ് ആവുമ്പം അനദർ ആന്റിസോറിക് നെക്സ്റ്റ് ഡോസ് കൊടുക്കണം, നെക്സ്റ്റ് പൊട്ടൻസിയിൽ.
ആൻഡ് ഇന്റർമീഡിയറ്റ് ഫീവറിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയിലായിട്ട്, അതായത് ഇന്റർമീഡിയറ്റ് ഫീവറിൽ എപ്പിഡമിക് ഇന്റർമീഡിയറ്റ് ഫീവറും എൻഡമിക് ഇന്റർമീഡിയറ്റ് ഫീവർ ഉണ്ട്. ഇതിൽ രണ്ടിലും ഹാനുമാൻ യൂസ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഡിഫറെന്റ് ആണ്. എപ്പിഡമിക് കേസസ് വരുമ്പോൾ സൾഫർ ആൻഡ് ഇൻ ബിറ്റ്വീൻ വി ക്യാൻ ഗിവ് ഹെപ്പാർ സൾഫ് അങ്ങനെ പറയുന്നുണ്ട്. എൻഡമിക്കിൽ മോസ്റ്റ്ലി ദ യൂസ്ഡ് മെഡിസിൻ ഈസ് ചൈന. സോ എൻഡമിക് ഇന്റർമീഡിയറ്റ് ഫീവർ ഇറ്റ് ഈസ് ചൈന, എപ്പിഡമിക് ഇറ്റ് ഈസ് സൾഫർ ഹെപ്പാർ സൾഫ്. ആയിട്ട് വരുമ്പോൾ ഇൻഫ്ലമേറ്ററി സ്റ്റേജസിലൊക്കെ നമ്മൾ ആന്റിഫ്ലോഗിസ്റ്റിക് റെമഡീസ് കൊടുക്കും, ദാറ്റ് ഈസ് ആന്റി ഇൻഫ്ലമേറ്ററി റെമഡീസ്. അവർ ശരിക്കും പറഞ്ഞാൽ ആന്റിസോറിക് റെമഡീസ് അല്ല, അക്യൂട്ട് ക്ലാസ് ഓഫ് മെഡിസിൻസിൽ നിന്ന് വരുന്നവരാണ്, ലൈക്ക് അക്കോണൈറ്റ്, ബെലഡോണ, മെർക്കുറി അങ്ങനെയൊക്കെ. സോറയുടെ സെക്കൻഡറി സിംറ്റംസിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാകുമ്പോഴത്തേക്ക് വാട്സ് ഉണ്ടാകും, ഫേസ്, ലോവർ ആം, ഹാൻഡ്സ്. അപ്പം വാട്സ് എന്ന് കാണുമ്പം സൈക്കോസിസ് എന്ന് എഴുതരുത്. വാട്സ് ഓൺ ഫേസ്, ലോവർ ആം ആൻഡ് ഹാൻഡ്സ്, they are due to sora. അത് സെക്കൻഡറി സിംറ്റംസ് ഓഫ് സോറയിൽ വരുന്നതാണ്. വെദർ പ്രോഫിറ്റ്സ് ദേ ആർ ഓൾസോ കമ്മിങ് അണ്ടർ സെക്കൻഡറി സിംറ്റംസ് ഓഫ് സോറ. അതായത് ദേ ആർ ഹാവിംഗ് ഇൻക്രീസ് സസെപ്റ്റിബിലിറ്റി ടു കോൾഡ്, സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മോയ്സ്നിങ്, കൂൾ, റെയിനി അറ്റ്മോസ്ഫിയർ എന്ത് വന്നിരുന്നാലും പെട്ടെന്ന് അവർക്ക് കോൾഡ് അടിക്കാനുള്ള സസെപ്റ്റിബിലിറ്റി കൂടുതലാണ്. ആൻഡ് ദർ ഇസ് നോ സ്ലീപ്പ് ആഫ്റ്റർ 3 AM, ഡിസ്റ്റർബൻസ് ഓഫ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. സർ ഹെച്ച് റോബോട്ട്സിലോട്ട് പോട്ടെ, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവോ? ആയിക്കോട്ടെ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ പറഞ്ഞോളൂ. ഞാനിപ്പോ ഹോസ്റ്റോ കോഹോസ്റ്റോ ഒന്നും അല്ല, ഞാൻ ഇടയ്ക്ക് എൻ്റെ നെറ്റ് പോയി പുറത്തായി, അതുകൊണ്ടാണ് ഒരാൾ ആരോ അൺമ്യൂട്ട് ചെയ്ത് സൗണ്ട് വരുന്നത്. അതൊന്ന് മ്യൂട്ട് ആക്കിയേക്കൂ. അപ്പൊ ഹെച്ച് റോബോട്ട്സ് കണ്ടിന്യൂ ചെയ്യാനാണോ അതോ ഒരു 10 വരെ പോട്ടെ? കണ്ടിന്യൂ ചെയ്ത് പോട്ടെ? ഓ, കണ്ടിന്യൂ ചെയ്യൂ. ഡോക്ടർ മരിയ മാത്യുവിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. So we are starting with H. Roberts. നേരത്തെ പറഞ്ഞു, Principles and Practice of Homeopathy. It's a book of Richard Hughes. And Principles and Art of Cure by Homeopathy. It is H. Roberts. And H. Robertsന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് in 1868 ന്യൂയോർക്കിലാണ്, ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ സെൻസേഷൻസ് ആസ് ഇഫ് in 1937, സ്റ്റഡീസ് ഓഫ് റെമഡീസ് ബൈ കമ്പാരിസൺ ഉണ്ട്, TPP ട്രാൻസ്ലേഷൻ in 1935, and the rheumatic remedies in 1939. ആൻഡ് വൈറ്റ് ഫോഴ്സിന് ഡിഫറെന്റ് ഓതേഴ്സ് ഡിഫറെന്റ് പേര് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, കെന്റ് സിമ്പിൾ സബ്സ്റ്റൻസ് നമ്മൾ കണ്ടതാണ്, ഡൻഹാം വൈറ്റൽ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. H. റോബർട്ട്സ് വൈറ്റൽ എനർജി എന്ന് പറയുന്നുണ്ട്. സെയിം തന്നെയാണ് ബോഗറും പറയുന്നത് വൈറ്റൽ എനർജി എന്ന്. ഹാനിമാൻ 3 വേർഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വൈറ്റൽ ഫോഴ്സ്, വൈറ്റൽ പ്രിൻസിപ്പിൾ ആൻഡ് വൈറ്റൽ എനർജി എന്ന് പറയുന്നുണ്ട്, 3ഉം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ വൈറ്റൽ ഫോഴ്സ് ഹെൽത്ത്, ഡിസീസ് റിക്കവറി, ക്യൂറിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അത് ജസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. And this homeopathic laws has been stated by H. Roberts. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിംപ്ലിബസ് ക്യൂറൻറ്ററിൻ്റെ കാര്യത്തിൽ ക്യൂർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്, ക്വാണ്ടിറ്റി ആൻഡ് ഡോസ് വെച്ചിട്ട് ക്വാണ്ടിറ്റി ഓഫ് ദി ഡ്രഗ് റിക്വയർഡ് ഈസ് ഇൻവേഴ്സ് റേഷ്യോ ടു സിമിലാരിറ്റി പറയുന്നുണ്ട്. ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ആക്ഷൻ നെസസറി ടു എഫക്റ്റ് എനി ചേഞ്ച് ഇൻ നേച്ചർ ഈസ് ദ ലീസ്റ്റ് പോസിബിൾ. ദ ഡിസിസീവ് എമൗണ്ട് ഈസ് ഓൾവേസ് എ മിനിമം ഇൻഫിനിസ്മൽ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഡിസിസീവ് എമൗണ്ട് ഈസ് ഓൾവേസ് എ മിനിമം ഇൻഫിനിസ്മൽ എന്ന് പറയുന്നത് ഫിങ്കയാണ്. മോപ്പേഷ്യസിന്റെ ലോയിന്ന് ബേസ് ചെയ്തിട്ടാണ് ഫിങ്ക ഇങ്ങനെ ഒരു ലോയിലോട്ട് വരുന്നത്. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ആക്ഷൻ ഓഫ് ഹോമിയോപ്പത്തിക് റെമഡി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. യൂസേജ് ചെയ്യുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ഡെവലപ്മെന്റിലെ ഫംഗ്ഷൻ ക്രിയേറ്റ്സ് ഡെവലപ്സ് ഓർഗൻസ്. ഡിസീസ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫങ്ഷണൽ സിംറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈറ്റൽ ഫോഴ്സ് ഇൻ ദ എക്സാക്ട് പ്രൊപ്പോർഷൻ ടു ദ പ്രൊഫോണ്ടിറ്റി ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഈ ബയോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസും ആക്ഷൻ ആൻഡ് റിയാക്ഷന്റെ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാറുണ്ട് MCQസിൽ. എസ് എന്നുള്ളതിനെ നോ ആക്കുന്ന രീതിയിൽ കാണ്ട് അല്ലെങ്കിൽ ഡോണ്ട്, കനോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം കുറച്ച് ജസ്റ്റ് ഒന്നത് ഈ ലോസ് ഒന്ന് നോക്കിയിട്ട് പോവുക. പ്രൂവിങ്ങിന്റെ കാര്യം പറയുമ്പം നാച്ചുറൽ സ്റ്റേറ്റിൽ ഒരു വൈറ്റൽ എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയിട്ട് വളരെയധികം ലിറ്റിലായിട്ട് മാത്രമേ നാച്ചുറൽ സ്റ്റേറ്റിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ പൊട്ടൻസിയിൽ അത് പ്രൂവ് ചെയ്യണം എന്നും
നാച്ചുറൽ സ്റ്റേറ്റിൽ ഫങ്ഷണൽ മാനിഫെസ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡ്രഗ് ആണെങ്കിൽ അതിനെ ക്രൂഡ് ഫോമിൽ പ്രൂവ് ചെയ്യാനും, ഡിസ്ട്രക്റ്റീവ് മാനിഫെസ്റ്റേഷൻസ് ആണ് നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ തരുന്നത്, എക്സാമ്പിൾ മെർക്കുറി ലൈക്ക് ഡ്രഗ്സ് ആണെങ്കിൽ പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ മാത്രമേ പ്രൂവ് ചെയ്യാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മൂന്നും മെയിൻ ആയിട്ട് പറയുന്നതാണ്. പ്രൂവിങ്ങിന്റെ കേസിൽ നാച്ചുറൽ സ്റ്റേറ്റിൽ വൈറ്റൽ എനർജി വളരെ ചെറുതായിട്ട് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള റെമഡീസ് ആണ് ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പൊട്ടൻസിയിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫങ്ഷണൽ മാനിഫെസ്റ്റേഷൻസ് മാത്രം കാണിക്കുന്നവരെ ക്രൂഡ് ഫോമിൽ കൊടുക്കണം. ഡിസ്ട്രക്റ്റീവ് മാനിഫെസ്റ്റേഷൻസ് ഉള്ളവരെ പൊട്ടൻഡൈസ്ഡ് അല്ലാത്ത ഫോമിൽ കൊടുക്കരുത് പ്രൂവിങ്ങിന് എന്ന് പറയുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് പറയുന്നതും എക്സാമ്പിൾസ് ഒക്കെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലാണ് കിടക്കുന്നത്. അതിൽ ലിറ്റിലായിട്ട് മാത്രമാണ് നാച്ചുറൽ സ്റ്റേറ്റിൽ വൈറ്റൽ എനർജി അഫക്റ്റ് ചെയ്യുന്ന റെമഡീസ് ലൈക്കോപോഡിയം, കാർബോവിച്ച്, ഗ്രാഫൈറ്റിസ് ഒക്കെയാണ്. അവർ ഹൈപ്പൊട്ടൻസിയിൽ അപ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ഫങ്ഷണൽ മാനിഫെസ്റ്റേഷൻസ് ക്രൂഡ് ഫോമിൽ കാണിക്കുന്നത് ലൊബീലിയ, എപ്പിക്കാക്, സിക്യൂട്ട, ടബാക്കം. ഡിസ്ട്രക്റ്റീവ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കാണിക്കുന്നത് മെർക്കുറിസ് പോലുള്ള ഡ്രഗ്സ് ആണ്. ആൻഡ് റെപ്പറ്റീഷനിൽ നെവർ റിപ്പീറ്റ് ദ ഡോസ് വെൻ സിംറ്റംസ് മാനിഫെസ്റ്റ് ഫ്രം ഓൾറെഡി ടേക്കൺ ഡോസ്. ക്യൂറിലും അത് തന്നെയാണ്. കണ്ടിന്യൂ വെൻ ഇറ്റ് ഈസ് മെഡിസിൻ ഈസ് റെമഡീസ് കണ്ടിന്യൂ ടു ആക്ട്, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് നേരത്തെ പറഞ്ഞില്ലേ ഹോമിയോപ്പതിക് ലോയിന്റെ കാര്യം ഒന്ന് നോക്കണം എന്ന്. ഫംഗ്ഷൻ ആക്ച്വലി ബയോളജിക്കൽ ഡെവലപ്മെന്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ആൻഡ് ഡെവലപ്പ് ഓർഗൻ എന്നുള്ളതാണ്. ഇതിനകത്ത് ഫംഗ്ഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ആൻഡ് ഡെവലപ്പ് ഓർഗൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഡെസിസീവ് എമൗണ്ട് ഈസ് ഓൾവേസ് മിനിമം ഇൻഫിൻസ്മെന്റ് എന്ന് പറയുന്നത് ഫിങ്കയാണ്. ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ആക്ഷൻ നെസസറി ടു എഫക്ട് എനി ചേഞ്ച് ഇൻ നേച്ചർ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ എന്ന് പറയുന്ന മോപ്പേർഷ്യസ് ആണ്. മാക്സിമം ഡോസ് കിൽസ്, മോഡറേറ്റ് ഡോസ് ഇൻഹിബിറ്റ്സ്, മിനിമം സ്റ്റിമുലേറ്റ്സ് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നത് അർൺ ഷൂൾസ് ആണ്. വൈറ്റൽ ഫോഴ്സിന്റെ 3 ഫോംസ് ഓഫ് ആക്ഷൻസ് ഉണ്ട്: മോഷൻ, ഡയറക്ഷൻ, ബാലൻസ്. അത് പറഞ്ഞിരിക്കുന്ന എച്ച് റോബോട്ട്സ് ആണ്. ചീഫ് കംപ്ലൈന്റ് ലീഡിംഗ് സിംറ്റംസ് എന്ന് പറയും. അതാണ് വാർപ്പ് ഓഫ് ദ ഫാബ്രിക് എന്ന് പറയുന്നുണ്ട്. ഓക്സിലറി സിംറ്റംസ് ആർ കൺകോമിറ്റന്റ് സിംറ്റം. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ലൂക്കോറിയ ഓൺലി വെൻ സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെഡിസിൻ ഫാഗോപൈറം ആണ്. ദെൻ ഹയസ്റ്റ് റാങ്കിങ് സിംറ്റം അനാലിസിസ് ഓഫ് ദ കേസിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അഗ്രവേഷനും അമ്ലേറേഷനും ആണെന്ന് പറയുന്നുണ്ട്. ഹാനുമാൻ ശരിക്കും പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ലോജിക്ക് വഴിയിട്ടാണ് സിമിലിയ സിമിലിബസ് ക്യൂറൻറ്റർ കൊണ്ടുവന്നത്. പക്ഷേ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ബോത്ത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് നോളജ് ആണ്. ഡിഡക്റ്റീവ് നോളജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻസ് വന്നിട്ട് മെട്രിമെഡിക്കിൽ നിന്ന് എടുത്തിട്ട് ഡിറൈവ് ചെയ്തിട്ട് പ്രിസ്ക്രിപ്ഷനിലോട്ട് പോകുന്നത്. ആൻഡ് ജനറൽ ലോ ഓഫ് ക്യൂർ എന്ന് പറയുമ്പോൾ ആ ലോ ഇറ്റ് ഷുഡ് എക്സ്പ്രസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് ഡിസീസ് എന്നാണ് പറയുന്നത്. And there can be no law of cure unless it establishes a definite relation between two groups or classes എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇതിനകത്തൊരു ജോസ്ലിൻ സർക്കിളിന്റെ കാര്യം പറയുന്നുണ്ട്. അതിലൊരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, അത് ഐഡന്റിറ്റി ആണെന്നും അതിനകത്ത് ഇമീഡിയറ്റ്ലി അറൗണ്ട് ആയിട്ട് കുറച്ച് പെർഫെക്റ്റ് ഡിഗ്രീസ് ഓഫ് സിമിലാരിറ്റി ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ പെർഫെക്റ്റ് ഡിഗ്രീസ് ഓഫ് സിമിലാരിറ്റി ഹോമിയോപ്പതി എന്ന് പറയുന്നുണ്ട്. അതിനും ഔട്ടർ ആയിട്ടുള്ള ഒരു റിംഗ് എന്ന് പറയുന്ന സർക്കിൾ എന്ന് പറയുന്നത് നിയർ സിമിലർ ആയിരിക്കും, പക്ഷെ അത് സിമിലിമം ആയിരിക്കില്ല. നടുക്കുള്ള പോയിന്റ് എപ്പോഴും ഐസോപ്പതിയും അതിന് ചുറ്റുമായിരിക്കും പെർഫെക്റ്റ് ഡിഗ്രീസ് ഓഫ് സിമിലാരിറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഹോമിയോപ്പതി സിമിലാരിറ്റിയും ഐസോപ്പതി ഐഡന്റിറ്റി ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ലോ ഓഫ് സിമിലേഴ്സ് ഹാനിമാന്റെ മുന്നത്തെ സമയത്ത് പെർസീവ് ചെയ്തിരുന്നത് സ്റ്റോൾ ഹെയിൽ എന്ന് പറയുന്ന ഡെൻമാർക്കിലുള്ള സ്റ്റോളും ഹെയിൽ ഓഫ് സ്വിറ്റ്സർലാൻഡും പെർസീവ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലോ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നതിനെ ഹോമിയോപ്പതിയുടെ പോസോളജിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ട് അക്നോളജ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് എച്ച് റോബോട്ട്സ്. അതായത് ഇൻഫിൻസ്മൽ ഡോസിന്റെ വളരെ നല്ല ആക്ഷനെ കുറിച്ച് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ലോ ഓഫ് ലീസ്റ്റ് ആക്ഷനെ വന്നിട്ട് പോസോളജിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ട് വെക്കണം. അത് എപ്പോഴും ലോ ഓഫ് സിമിലേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണെന്നാണ് എച്ച് റോബോട്ട്സ് പറഞ്ഞിരുന്നത്. ആൻഡ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സിന്റെ എവല്യൂഷൻ പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പല ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. വാട്ട് വാസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് എവല്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ്, തേർഡ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹാനിമാൻ ആദ്യം ഡ്രഗ് പ്രൂവിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡ്രഗ് പ്രൂവിംഗ് ചെയ്തിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് സിമിലേഴ്സിന്റെ ഒരു ഡിസ്കവറിയിലോട്ട് എത്തുന്നത്. സോ ലോ ഓഫ് സിമിലേഴ്സ് ഡിസ്കവർ ചെയ്തതിന് ശേഷം അദ്ദേഹം പൊട്ടൻഡൈസേഷന്റെ കാര്യങ്ങളിലോട്ട് എത്തുന്നുണ്ട്. സോ ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സിന്റെ എവല്യൂഷനിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്രഗ് പ്രൂവിംഗ് ആണ്. സെക്കൻഡ് പോയിന്റ് ഡിസ്കവറി ഓഫ് ലോ ഓഫ് സിമിലേഴ്സ് ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഡൈസേഷൻ. ഇനി സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ പറയുന്നത് ഇറ്റ് മേ ബി ദ റെപ്പറ്റീഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ, can be an antidotal one, complementary one, new remedy or a miasmatic. സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ടു വിച്ച് ദ പേഷ്യന്റ് വിൽ റിയാക്ട് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് എച്ച് റോബോട്ട്സിന്റെ ഡെഫിനിഷൻ.
ഒരു സേഫ് റൂളായിട്ട് പറയുന്നത് നമുക്കൊരു ഡൗട്ടാണ് കേസിൽ മെഡിസിൻ കൊടുക്കാൻ അറിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് സസെപ്റ്റബിലിറ്റി പറയുന്നത് റിയാക്ഷൻ ഓഫ് ദ ഓർഗാനിസം ടു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇൻഫ്ലുവൻസസ് ആണ്. സസെപ്റ്റബിലിറ്റി വാക്കമായിട്ട് പറയുന്നുണ്ട്. വൺ മാൻസ് മീറ്റ് ഈസ് അനദർ മാൻസ് പോയ്സൺ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഗാർത്ത് വിൽക്കിൻസന്റെ എപ്പിഡമിക് മാൻ ആൻഡ് ഹിസ് വിസിറ്റേഷൻസ് എന്നുള്ള ബുക്കിൽ വിസ് മൈനർ വിസ് മേജർ കൺസെപ്റ്റ് ഉണ്ട്. ഒരാൾക്ക് ഡിസീസ് കിട്ടാനായിട്ട് ഒരു സസെപ്റ്റബിലിറ്റി ഉള്ളപ്പം അയാൾക്ക് ഡിസീസ് അഫക്റ്റഡ് ആകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ സസെപ്റ്റബിലിറ്റി അനുവദിക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഡിസീസ് കിട്ടുന്നത്. അപ്പോൾ അയാളുടെ ഡിസീസിന് വിസ് മൈനർ ആണ്. ആൻഡ് മിസ് മേജർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഡിസീസ് കിട്ടത്തില്ല, സസെപ്റ്റബിലിറ്റി കിട്ടത്തില്ല. ആൻഡ് സപ്രഷൻ നോർമൽ രീതിയിലുള്ള സപ്രഷൻ ഉണ്ട്. പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വെക്കുമ്പോഴും സസെപ്റ്റബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. എത്രത്തോളം കൂടുതൽ സപ്രസ്ഡ് ആകുമോ നെർവസ് മെന്റൽ മാനിഫെസ്റ്റേഷൻസിലോട്ടൊക്കെ അത് പോയിട്ട് എന്താ പറയുക, ലൈഫും മീൻസ് റീസണിങ്ങിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് നാച്ചുറലിയും ഒരുപാട് ഫോംസ് ഓഫ് സപ്രഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ മെഡിസിനൽ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ സെക്രീഷൻസിനെ സപ്രസ് ചെയ്യാൻ നോക്കുന്നത്, അതായത് പെർഫ്യൂംസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കോൾഡ് ബാത്ത് ചെയ്യുന്നത് മെൻസസിന്റെ ടൈമിൽ, വളരെ എന്താ പറയുക ഹോട്ടായിട്ടുള്ള ഒരു വെതറിൽ കോൾഡ് വാട്ടറിൽ സ്വിമ്മിങ് ചെയ്യുന്നത്, ഇതെല്ലാം സപ്രഷൻസിന്റെ വേരിയസ് ഫോംസ് ആണെന്ന് പറയുന്നുണ്ട്. സർജിക്കൽ റിമൂവലും സപ്രഷന്റെ വേറൊരു ഫോം ആണെന്ന് പറയുന്നുണ്ട്. No greater crime can be committed against the human economy than to aid and abet these suppressions എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത പാലിയേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ലോ ഓഫ് പാലിയേഷൻ എന്ന് പറഞ്ഞത് ലോ ഓഫ് സിമിലേഴ്സ് എന്നാണ് പറയുന്നത്. ലാറ്റിൻ വേർഡ് ആണ് പാലിയേഷൻ എന്ന് വെച്ചാൽ, വിച്ച് മീൻസ് ടു ഹൈഡ് ഓർ ടു ഡിസ്ഗൈസ്. ഇൻക്യൂറബിൾ കേസസിൽ പാലിയേറ്റീവ് മെഷേഴ്സ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പാലിയേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കെൻഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 7th ഒബ്സർവേഷൻ ആണ്. കൂടുതലും പാലിയേഷൻ ഇവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസോമിനിയ, പെയിൻ എന്നൊക്കെയുള്ള കണ്ടീഷൻസിലായിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്നത്. റോബർട്ട് ടി മോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം 1893 പറയുന്നുണ്ട്, ഓപ്പിയം ഇസ് എ ഡ്രഗ് വിച്ച് സ്റ്റുപ്പിഫൈസ് ദ ഫിസിഷ്യൻ ഹു ഗീവ്സ് മോർ ദാൻ ഇറ്റ് ഡസ് ടു ദ പേഷ്യന്റ് ഹു ടേക്സ് ഇറ്റ്. എടുക്കുന്ന പേഷ്യന്റിനേക്കാളും കൂടുതൽ സ്റ്റുപ്പിഫൈ ചെയ്യുന്നത് ആ ഫിസിഷ്യനെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ടെമ്പറമെന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് 4 ടൈപ്പ് ഓഫ് ടെമ്പറമെന്റ്സിനെ പറ്റിയിട്ട് H. റോബർട്സ് പറയുന്നുണ്ട്. നെർവസ്, സാങ്ക്വിൻ, ബിലിയസ്, ഫ്ലെഗ്മാറ്റിക്. പിന്നെ അതുപോലെ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ പേഷ്യന്റിനെ കണ്ടിട്ട് ഈ ടൈപ്പ് ഓഫ് പൾസാറ്റിലെ പേഷ്യന്റ് ആണ്, നെക്സോമിക്ക പേഷ്യന്റ് ആണ്, ഫോസ്ഫറസ് പേഷ്യന്റ് ആണെന്ന് പറയുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. H. റോബർട്സ് ആണ് അങ്ങനെ പറയുന്നത്. ടെമ്പറമെന്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ജഡ്ജ്മെന്റ്സ് ഒന്നും ചെയ്യരുത്. ദാറ്റ് ഇസ് എ വെരി ബാഡ് തിങ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഫോസ്ഫറസ് പ്രൂവിംഗിൽ തന്നെ നാരോ ചെസ്റ്റഡ് ഇൻഡിവിജ്വലിൽ എങ്ങനെ കാണുന്നുണ്ട്, ഫ്ലോറിഡ് ഇൻഡിവിജ്വലിൽ രണ്ടില് പ്രൂവിങ്സ് നടത്തുമ്പോഴത്തേക്ക് സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രിസ്ക്രൈബിംഗ് ഓൺ ടൈപ്സ് ഓർ ടെമ്പറമെന്റ്സ് ഈസ് അറ്റ് ബെസ്റ്റ് സ്ലാക്ക് മെത്തേഡ് ഓഫ് യൂസിംഗ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നുണ്ട്. ലോക്കൽ ആപ്ലിക്കേഷൻസിൽ ശരിക്കും പറഞ്ഞാൽ അഡ്ജുവൻസ് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യന്റിന്റെ തെർമൽ റിയാക്ഷൻസും കൂടെ നോക്കണം എന്ന് പറയുന്നുണ്ട്. 1818 ഹാനിമാൻ ബാക്ടീരിയൽ കോസ് ഓഫ് ദ ഡിസീസ് അനൗൺസ് ചെയ്തിട്ട് 60 വർഷം കഴിഞ്ഞിട്ടാണ് റോബർട്ട് കോച്ച് ട്യൂബർക്കിൾ ബാസിലസിനെ ഐഡന്റിഫൈ ചെയ്തതെന്ന് പറയുന്നുണ്ട്. 1818 ബാക്ടീരിയൽ കോസ് ഓഫ് ഡിസീസ് ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ മയാസം എന്ന് പറഞ്ഞ ജർമ്മൻ വേർഡാണ്. പൊല്യൂട്ടിംഗ് എക്സലേഷൻസ് അല്ലെങ്കിൽ മലേറിയൽ പോയ്സൺസ് എന്നാണ് പറയുന്നത്. മയസത്തിന് സ്റ്റിഗ്മാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ഫിഗ് ആണ്. അതാണ് ഹാനിമാൻസ് ടേം ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്ട് ഓഫ് ഗോണേറിയൽ വൈറസ്. പിന്നെ സോറ the term for each dyscrasia, soret Hebrew word, groove, fault, pollution, stigma, leprous manifestation, great plagues എല്ലാം സോറയുടെ ഇതിൽ വരും. ആൻഡ് സോറ ആൻഡ് ഡെഫിഷ്യൻസി ഇൻ പ്രോപ്പർലി ബാലൻസ്ഡ് എസെൻഷ്യൽസ് ആർ വൺ ആൻഡ് ദ സെയിം എന്ന് പറയുന്നുണ്ട്. പിന്നെ മയസത്തിന്റെ കാര്യത്തിൽ ഈ സോറ സിഫിലിസ് സൈക്കോസിസിനകത്തുള്ള കുറെ ഡിസൈസ് അവേർഷൻസ് അതിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് H. റോബർട്സ്. അതിലകത്ത് സോറയ്ക്ക് ഹോട്ട് ഫുഡ് ഡിസയർ ചെയ്യുന്നുണ്ട്, സിഫിലിസ് കോൾഡ് ഫുഡ്, സോട്ട് അല്ലെങ്കിൽ കോൾഡ് ഡിസയർ ചെയ്യുന്ന ആളാണ് സൈക്കോസിസ്, മീറ്റ് ഡിസയർ ചെയ്യുന്ന സോറയാണ്. ട്യൂബർക്കുലർ ഈസ് ഹാവിംഗ് എ മീറ്റ് അവേർഷൻ. എക്സ്പെക്ട്രേഷൻ സ്വീറ്റ് പ്ലസ് സോൾട്ട് ആണെങ്കിൽ ട്യൂബർക്കുലർ ആണ്. പ്രോബ്ലം ചൈൽഡ് ട്യൂബർക്കുലർ ആണ്. സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാച്ചസിലൊക്കെ പോകുന്നതാണ്. ഫിഷി ഓർഡർ ആയിരിക്കും ഫ്രം ദ സ്കാൽപ്പ്. സിഫിലിസിന്റെ ഒക്കെ ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ഡാൻഡ്രഫ് തിക്ക് യെല്ലോ ആയിരിക്കും, ഒഫൻസീവ്നെസ് ഉണ്ടായിരിക്കും, ഭയങ്കര ഗ്ലൂയി ഗ്രീസി ഒക്കെ ആയിരിക്കും. അനിമൽ കാർബൺ എന്ന് പറഞ്ഞ റെമഡി സെപ്പിയാണ്. സൺഡേ ഹെഡ് എക്സ് എല്ലാം ട്യൂബർക്കുലർ ആണ്. ഹേ ഫീവർ, സ്പിരിച്വസ് ലിക്വർ കേവിംഗ് ഒക്കെ ട്യൂബർക്കുലർ ആണ്. റാവനസ് ആയിട്ടുള്ള ഒരു ഹങ്കർ ട്യൂബർക്കുലർ ആണ്. വെരിക്കോസ് വെയിൻസ് ട്യൂബർക്കുലർ ആണ്. വെരിക്കോസ് അൾസർ സിഫിലിറ്റിക് ആണ്. മെറ്റാലിക് ടേസ്റ്റ് ഇൻ മൗത്ത് സിഫിലിറ്റിക് ആണ്. സ്വീറ്റ് ടേസ്റ്റ് ട്യൂബർക്കുലർ ആണ്.
സിഫിലിറ്റിക് ആൾക്കാർ വളരെയധികം സൺ വർഷിപ്പേഴ്സ് ആണ്. ആൻഡ് സ്നഫിൾസ് ഒക്കെ സൈക്കോട്ടിക് അല്ലെങ്കിൽ സിഫിലിറ്റിക് ആയിട്ടുള്ളൊരു മായസത്തിൽ വരും. ഡീഫോംഡ് ടീത്ത് ഒക്കെ സിഫിലിറ്റിക് ആണ്. ലൈക്ക് വെരിക്കോസ് അൾസേഴ്സ് വിൽ ബി സിഫിലിറ്റിക് ആൻഡ് വെരിക്കോസ് വെയിൻസ് വിൽ ബി ട്യൂബർക്കുലർ. സോറിയാസിസ് എന്ന് പറയുമ്പോൾ മാരേജ് ഓഫ് ഓൾ ത്രീ മയാസംസ് ആണ്. സ്ക്രോഫിലസ് ഡയത്തസിസ് ഈസ് സോറ പ്ലസ് സിഫിലിസ് പ്ലസ് suppressive measures of crude drugging. One second. സ്ക്രോഫിലസ് ഡയത്തസിസ് എന്ന് പറയുമ്പോൾ സോറ പ്ലസ് സിഫിലിസ് പ്ലസ് കുറെ ഡ്രഗിങ്ങിന്റെ ഇതാണ്. ആൻഡ് ക്ലോസസ്റ്റ് റെമഡിയം സിനോമിൻ ഫോർ സിഫിലിസ് ആണെങ്കിൽ മെർക്കുറി ആണ്. ആന്റിസിഫിലിറ്റിക് ഓസ്മിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ സപ്രഷൻസ് ഓരോന്ന് ഏതൊക്കെ ഫോമിലോട്ടാണ് പോകുന്നത്? സോറ സപ്രസ് ചെയ്യുമ്പോൾ നെർവസ് സെന്റേഴ്സിലോട്ടാണ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ ആർട്ടീരിയൽ സിസ്റ്റം, ഹാർട്ട്, ലിവർ, ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. സൈക്കോസിസ് ആണെങ്കിൽ പെൽവിക് ആൻഡ് സെക്ഷൽ ഓർഗൻസിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലമേഷൻ, ആപ്സിസസ്, സിസ്റ്റിക് ഡീജനറേഷൻ, മൈൻഡിൽ ഭയങ്കര എഫക്റ്റ് ആണ്. ഡിസോണസ്റ്റി, മോറൽ ഡീജനറസി, മാനിയ ആൻഡ് റൊമാറ്റിക് ട്രബിൾസ് വിൽ ബി മോർ. സിഫിലിസ് ആണെങ്കിൽ അഫക്ട് ചെയ്യുന്നത് മെനിഞ്ചസ് ഓഫ് ബ്രെയിൻ, ലാരിങ്സ്, ത്രോട്ട്, ഐസ്, ബോൺസ്. ആൻഡ് ഓരോന്നും സപ്രസ് ചെയ്യുമ്പം എവിടേക്കാണ് ഫോം എടുക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് റിഫ്ലക്റ്റഡ് കറണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒബ്സ്റ്റക്കിൾസ് ആണ്. ഇറ്റ് ക്യാൻ ബി ഫ്രം ദ പേഷ്യന്റ് സൈഡ്, ഫിസിഷ്യൻ സൈഡ്, പേഷ്യന്റ് സൈഡ് ആൻഡ് ദ റെമഡിയൽ സൈഡ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഫിലോസഫി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആസ് മച്ച് ആസ് പോസിബിൾ യു ക്യാൻ ആൻസർ. Who gave the statement, man is more susceptible to drug than to diseases because their action may be forced upon the economy? ഏതാണ് പറഞ്ഞത്? സ്റ്റുവർട്ട് ക്ലോസ് ആണോ? H. Roberts ആണ് ആൻസർ കേട്ടോ. Which one of the following is not a homeopathic law? ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ ആണ്. സി, ഫംഗ്ഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ആൻഡ് ഡെവലപ്പ് ദ ഓർഗൻ. ആക്ച്വലി ബയോളജിക്കൽ ഡെവലപ്മെന്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ്സ് ആൻഡ് ഡെവലപ്സ് ദ ഓർഗൻസ് എന്നാണ്. ഇത് നിങ്ങൾക്കറിയാം. The decisive amount is always minimum and infinitesimal. C. Finge. A miasm according to Hahnemann are infecting agent and the cause of disease. ആരാ പറഞ്ഞതെന്നാ ചോദ്യം. ജോൺ വെയർ ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഏത് ബുക്കിൽ നിന്നാണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു റെഫറൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഏത് ബുക്കിൽ നിന്നാണെന്ന്. Who is considered to have brought Kent into homeopathy? Phelan. And persons affected with nervous or abdominal complaints should take what? D. ഏതാണ്? D, yeah, none. Series of potencies given by നിങ്ങൾക്കറിയാം കെന്റ് ആണ് series of potencies. The subject of anatomy, physiology are not only life but only not life but results of only result of life. Denham. Okay, question ഒരു ചെറിയ തെറ്റുണ്ട്. Okay. Drug action on healthy human beings can be ascertained by which of the following? Chemical action, mechanical action, dynamic action. ആക്ച്വലി ഇത് വന്നിട്ട് ഡൻഹാമിന്റെ ഇതിലാണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൂന്നിലും ഉള്ളതാണ് കേട്ടോ. There are no diseases but sick people said by Hahnemann. Lectures and essay on homeopathic philosophy is the book of
Stuart Close. ഇത് കണ്ടോ, ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി ഫിലോസഫി കെന്റ് ആണ്. ലെക്ചേഴ്സ് ഓൺ വെറും ഹോമിയോപ്പതി മാത്രം, ഫിലോസഫി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡോക്ടർ ആർ പി പട്ടേലിന്റെ ബുക്കാണ്. ആൻഡ് ലെക്ചേഴ്സ് ആൻഡ് എസ്സേ ഓൺ ഹോമിയോപ്പതി സ്റ്റുവർട്ട് ക്ലോസിന്റെ ആണ്. എമംഗ് 12 ഒബ്സർവേഷൻസ് വിച്ച് ആർ ഫേവറബിൾ. Unfavorable prescription. A. Too short release. In chronic disease after administration of similar remedies indicate remedy was a superficial one. Action of medicine upon prover. 9. Organon is Hahnemann's exposition and vindication of his therapeutic method, stated by whom? Short and strong aggravation after the application of remedy indicates aggravation ആണ്. Quick, short and strong aggravation. Pathological simile, the word coined by? Series of articles on dynamization of medicines in the journal Organon. By? ഓൾറെഡി പറഞ്ഞതാണ്. മാക്സിമം ഡോസ് ഇത് നിങ്ങൾക്കറിയാം ആണ്. അക്കോർഡിംഗ് ഇതിന്റെ ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അക്കോർഡിംഗ് ടു സ്റ്റുവർട്ട് ക്ലോസ്, result of the following: interaction between hereditary and environment. According of gonorrhea. Dr. Kent. B. The interpretation. Medicine must be conspiracy are Synonyms. the present day advanced thinkers are speaking of the fourth state of matter ആണ്, which is immaterial substance. D. Yeah, D. C. Candles of shaped by hammering. Tubes. Herring's law depicts under which observation? D. Observation. Interpretation നിങ്ങൾക്ക് അറിയാം. A rational knowledge of anatomy is important. No homeopath ever discouraged the true study of anatomy and physiology. എന്താ കേട്ടോ ഇത് പറയുന്നേ? നമ്മൾ നേരത്തെ അനാറ്റമിയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് റിസൾട്ട് ഓഫ് ലൈഫ് അല്ല എന്നൊക്കെ പറയുന്നത് ആരായിരുന്നു? ഡൻഹാം ആയിരുന്നു. ശരിക്കും സ്റ്റഡി ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു ഹോമിയോപ്പത്ത് അത് അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. ഇതിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് കെന്റ് ആണ് കേട്ടോ. അടുത്തൊരു പോയിന്റ് ആണ്, ദ സ്പിയർ ഓഫ് അഡോപ്റ്റഡ് ബൈ ഡേക്സ് എക്സ്ക്ലൂഷൻ മെത്തേഡിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. സി 5 പോയിന്റ്സ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റുവർട്ട് ക്ലോസ് പറയുമ്പോൾ ഞാൻ പറയാം. ഇതും സ്റ്റുവർട്ട് ക്ലോസിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ നെയിം മോസ്റ്റ്ലി റിലേറ്റഡ് ടു കീനോട്ട് സിസ്റ്റം. അത് ഗേൺസേ ആണ് കീനോട്ട് പ്രിസ്ക്രിപ്ഷന്റെ കാര്യമൊക്കെ പറയുന്നത്. സോറ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഓഫ് ഓൾ ക്രോണിക് ഡിസീസസ്. ഇതൊക്കെ എടുത്തിരിക്കുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1-2 മാത്രം റിച്ചാർഡ് ഹ്യൂക്സിൽ നിന്ന് ഞാൻ ടൈപ്പ് ചെയ്തതുള്ളൂ കേട്ടോ. സിഫിലിസ് ബിഗാൻ ഇൻ ദ ഇയർ. ശരിക്കും സിഫിലിസ് നേപ്പിൾസ് ഇറ്റലിയിൽ 1493 സ്റ്റാർട്ട് ചെയ്തായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഏത് ബുക്കിൽ നിന്നാണ് വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് റെഫറൻസ് പറയാൻ പറ്റുന്നില്ല. ഇൻ ടൈഫസ് ഫീവർ ഓഫ് 1813 ദ സ്പെസിഫിക് റെമഡീസ് വെയർ
സെക്കൻഡ് സ്റ്റേജിന് ഏതാ കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ? Hioscealus. ഓക്കെ, താങ്ക് യു.